മലയാളം പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റായിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് പറഞ്ഞു പോകാട്ടോ. നമ്മൾ വളരെ ചെറിയ രീതിക്കാണ് നമ്മൾ ഇത്തരത്തിൽ ടോപ്പിക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. അതുകൊണ്ട് അജന്റിക് എ ഐ അജന്റിക് എ ഐ എന്നുള്ള ഒരു വിഷയത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടോപ്പിക്ക്. അപ്പോൾ റീസെൻ്റ്ലി അല്ല, കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ CEO അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഓണറായിട്ട് ഉള്ള മെർഡിത്ത് വിട്ടേക്കർ എന്ന വനിത ഇത്തരത്തിലുള്ള ഒരു പ്രസ് മീറ്റിനിടയിൽ ഇത്തരത്തിൽ എജനിക് എ ഐ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസ്കുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ അതിനെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിക്ക് ഉള്ളൊരു ആഹ്, ഒരു സംശയമാണ് പുള്ളിക്കാരത്തി ഉന്നയിച്ചത്. അജന്റിക് എ ഐ എന്താണെന്ന് നമുക്ക് അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വേണ്ടിയിട്ട് റൂം ബുക്ക് ചെയ്യുന്ന, നമുക്ക് വേണ്ടിയിട്ട് ഹോട്ടൽ റിസർവ് ചെയ്യുന്ന ഒരു ഏജന്റ്, അതാണ് ഏജന്റിക് എ ഐ. നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ഏജന്റായിട്ട് നമുക്കതിനെ കാണാം. ഇപ്പോൾ ഒരു എഐയുടെ ഒരു കാലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മൊത്തത്തിൽ ചെയ്തു തരുന്ന ഒരു ഏജന്റാണ് ഇത്തരത്തിൽ ഈ അജന്റിക് എ ഐ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗൂഗിളിനും പെർപ്ലസിറ്റി പെർപ്ലസിറ്റി എനിക്കറിയില്ല ഞാനത് പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന്. അപ്പോൾ ഈ 2 പ്ലാറ്റ്ഫോംസ് നിലവിലിപ്പോൾ അജന്റിക് എ ഐ ആയിട്ടൊരു ഒരു ഇൻട്രൊഡക്ടറി മോഡൽ എന്നുള്ള രീതിക്ക് അവർ ഇപ്പോൾ ലോഞ്ച് ചെയ്ത് നമുക്കിപ്പോൾ യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഗൂഗിളിൻ്റെ ഇത്തരത്തിലെ പ്ലാറ്റ്ഫോം നമുക്ക് അവൈലബിൾ ആണ്. പ്രോജക്റ്റ് മറീനർ എന്നാണ് ഗൂഗിളിൻ്റെ ഇത്തരത്തിലുള്ളൊരു ഏജന്റിക് എ ഐൻ്റെ പേര് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ കൊടുത്തുകൊണ്ട് ഈ ഒരു ഏജന്റിക്കിനെ ഏജന്റിക് എ ഐനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളമായിരിക്കും നമ്മളുടെ ഡാറ്റ സെക്യൂർ ആയിരിക്കുക എന്നുള്ളതാണ് മെർഡിത്ത് വിറ്റേക്കർ ഈ ഒരു പ്രസ് മീറ്റിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഉന്നയിച്ചത്. നമുക്കറിയാം യുടെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ അറിഞ്ഞായിരുന്നു. ഇത്തരത്തിൽ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു എ ഐയുമായിട്ട് ചൈന മുന്നോട്ട് വന്നപ്പോൾ US വളരെയധികം ഭയപ്പെട്ടിരുന്നു ആ ഒരു സമയത്ത്. ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിപ്പോൾ എ ഐനെ കണക്കാക്കുന്നുണ്ട്. എ ഐയുടെ കാര്യത്തിൽ ഡെവലപ്മെന്റ് കൂടുതൽ നടത്തുന്ന അല്ലെങ്കിൽ കൂടുതൽ റിസർച്ച് നടത്തുന്ന ഒരു രാജ്യത്തിന് കുറച്ചും കൂടി മുൻതൂക്കം കിട്ടുന്ന തരത്തിൽ ഇപ്പോൾ എല്ലാവരും നോക്കി കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ കൂടി നമുക്ക് അറിയാത്ത ചില മേഖലകൾ ഉണ്ടാവുമല്ലോ. നമ്മളൊക്കെ എത്രത്തോളം നമുക്ക് ഈ ഒരു എ ഐനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു എജന്റിക് എ ഐ പോലെയുള്ളൊരു സോഫ്റ്റ്വെയറിനെ ആഹ്, എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുമെന്ന് കൂടി നിങ്ങൾ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഇപ്പോൾ കമൻറ്റ് സെക്ഷനിലൊക്കെ നിങ്ങൾ അറിയിക്കുക. അജന്റിക് എ ഐ എന്നുള്ളത് എന്താണെന്ന് മാത്രം ഷെയർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ. ഏതൊരു കാര്യത്തിലായി കഴിഞ്ഞാലും നമ്മുടെ പ്രൈവസിയുടെ ഒരു ഇഷ്യൂ, ഇൻക്ലൂഡിങ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുമ്പോൾ എത്രത്തോളമാണ് ഈ ഒരു കോൺസെപ്റ്റ് വിജയിക്കാൻ പോകുന്നത്? ആളുകൾ അതിനെ ട്രസ്റ്റ് ചെയ്യുമോ? എന്നുള്ളതും കൂടി നിങ്ങളൊന്ന്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് നിങ്ങൾ ഓർക്കുക. നമ്മുടെ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക, ഫോളോ ചെയ്യുക. നമുക്ക് 3 പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ആമസോൺ മ്യൂസിക് ആയി കഴിഞ്ഞാൽ യൂട്യൂബിലും സ്പോട്ടിഫൈ കൂടാതെ നമുക്കിത് അവൈലബിൾ ആണ്. ഓക്കെ. വീഡിയോ പോഡ്കാസ്റ്റ് ആയിട്ട് കൂടി ഇത് അവൈലബിൾ ആണെന്ന് ഓഡിയോ ലിസണേഴ്സ് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു.